ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആരിഫ് ഹുസൈന്റെ ശിഷ്യനായ ലിയാഖത്ത് അലിയുടെ ഒരു വീഡിയോ യാദർശികമായിട്ട് കാണാനിടണ്ടായി. ആ വീഡിയോയിൽ ലിയാഖത്ത് അലി പറയുന്നത് അനിൽ ടോക്സ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കുറിച്ചാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ലിയാഖത്ത് അലി വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാഖത്ത് അലിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ലിയാഖത്ത് അലി ചെയ്യുന്ന അതേ പരിപാടി തന്നെ മുസ്ലിം വിരോധം നാട്ടിൽ പരത്താൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിക്കൊണ്ട് വീഡിയോ ഇടുന്ന ഒരുത്തൻ. അവൻ ചത്തു തൊലഞ്ഞ് മരിച്ച ആളെ കുറിച്ച് ചത്തു തൊലഞ്ഞു എന്നൊന്നും പറയരുതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മുസ്ലിംസിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരുന്ന ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ വഫാത്തായി എന്ന് പറയണോ? അങ്ങനെ പറയരുത്. ഇവനൊക്കെ ചത്തു തോലേണ്ട ആള് തന്നെയാണ്. അപ്പോൾ ചത്തു തോലഞ്ഞവനെ കുറിച്ച് അനിൽ ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ലിയാഖത്ത് അലിക്ക് കുരുപൊട്ടി. അതുകൊണ്ടാണ് 10-40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ലൈവോ വീഡിയോ എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്കിന്ന് ലിയാഖത്ത് അലി ചെയ്ത ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാനുണ്ട്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ലിയാഖത്ത് അലി ഉണ്ടാക്കുന്ന കുറച്ച് മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾപ്പിച്ചുതരാം. നല്ല നാടൻ പൈ കരയുന്നത് പോലുള്ള സൗണ്ട്. സത്യത്തിൽ ലിയാഖത്ത് അലിക്ക് നല്ല കഴിവുണ്ട്, കൈവേറിയാണ്. ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടില്ലേ? ഓക്കെ, ഈ സൗണ്ട് ഒക്കെ അവിടെ വെക്കട്ടെ. നമുക്ക് എന്തായാലും ലിയാഖത്ത് അലിയുടെ വീഡിയോ കാണാം. ലിയാഖത്ത് അലി അനിൽ ടോക്സ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ പറയുന്നത് പോലെ ലിയാഖത്ത് അലി ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കൊക്കെ മനസ്സിലായത് ലിയാഖത്ത് അലി സ്വന്തമായിട്ട് അവനെ തന്നെ പറയുന്നത് പോലെയാണ്. ആ വാക്കുകൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്ര അധപ്പതിക്കാൻ കഴിയുന്നത്? നീ ആരെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അനിൽ ടോക്സിലുള്ള ഇദ്ദേഹത്തെ കുറിച്ചാണ്. പക്ഷേ സത്യത്തിൽ നിന്നോടല്ലേ ജനങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടത്. നിനക്കെങ്ങനെ ഇത്രയും അധപ്പതിച്ചിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? നിന്റെ മനസ്സിലുള്ള ചിന്താശക്തി ദ്രവിച്ചു പോയതാണോ? അതുകൊണ്ടാണ് ഇത്ര അധപ്പതിച്ചു പോയത് എന്ന് ജനങ്ങളാണ് നിന്നോട് ചോദിക്കേണ്ടത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും നെറികെട്ടവനാകാൻ കഴിയുന്നത്? നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നെറികെട്ട വർഗം ഏതാണെന്നറിയോ? ജനിച്ചു വളർന്ന മതത്തെ വിറ്റുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം നക്കിത്തന്ന് ജീവിക്കുന്ന കൂട്ടമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നെറികെട്ട കൂട്ടം. ആ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് ലിയാഖത്ത് അലി. എന്നിട്ട് അനിൽ ടോക്സിലുള്ള ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും നെറികെട്ടവനാവാൻ തോന്നുന്നതെന്ന്. എടാ, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ നെറികെട്ട കൂട്ടത്തിലുള്ള ആളാണ് നീ. അങ്ങനെയുള്ള നീ ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ നെറികെട്ടവനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നെറികേട് കാണിക്കുന്നത് നീ തന്നെയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നെറികേടും തന്തയില്ലായ്മയൊക്കെ തുപ്പിക്കൊണ്ട് നക്കി ജീവിക്കുന്നവനാണ് നീ എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള നീ പറയാണ് അയാൾ നെറികെട്ടവനാണെന്ന്. യഥാർത്ഥ നെറികെട്ടവൻ നീയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമേൽ സാമൂഹ്യ ദുരന്തം ആയി മാറാൻ കഴിയുന്നത്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം നിന്നോടാണ് ജനങ്ങൾ ചോദിക്കേണ്ടത്. നിനക്കെങ്ങനെയാണ് ഇത്രയും വലിയ സാമൂഹ്യ ദുരന്തമായിട്ട് മാറാൻ കഴിഞ്ഞത്? ആരിഫിന്റെ മൂലം നക്കിയതിനെ കൊണ്ടാണോ? അല്ലെങ്കിൽ ആരിഫിന്റെ ഒരു ഗുരു ഉണ്ടല്ലോ, ഒരു മൊണ്ണ, ആ മൊണ്ണയുടെ മൂലം നക്കിയത് കൊണ്ടാണോ നീ ഇത്രയും വലിയ സാമൂഹ്യ ദുരന്തമായിട്ട് മാറിയത് എന്ന് നിന്നോട് ജനങ്ങളാണ് ചോദിക്കേണ്ടത്. കാരണം നിന്നെ പോലുള്ളൊരു സാമൂഹ്യ ദുരന്തം ഇനി ഭൂമിയിൽ പുതുതായിട്ട് ജനിക്കേണ്ടിയിരിക്കുന്നു. ജനിച്ചത് ഒറ്റ പീസേ ഉള്ളൂ, അത് നീയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള നീ അനിൽ ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണല്ലേ സാമൂഹ്യ ദുരന്തമായിട്ട് മാറുന്നുണ്ടെന്ന്. ചിന്തിക്ക്, നീ എന്താ പറയുന്നതെന്ന് നീ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്ക്. നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ ദുരന്തം. സാമൂഹ്യ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് അവകാശപ്പെട്ട് പേരിന് മുൻപിൽ ഡോക്ടർ എന്ന് എഴുതി വെച്ച് നിഷ്പക്ഷമായ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നു എന്ന വ്യാജേന എന്നല്ല, അയാൾ നിഷ്പക്ഷ നിലപാട് തന്നെയാണ് എടുക്കല്. അത്യാവശ്യം ഞാനൊക്കെ അയാളുടെ വീഡിയോ കാണാറുള്ളതാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിഷ്പക്ഷ നിലപാടായിട്ടേ തോന്നും. നിന്നെ പോലെ തലയിൽ അവിടെ ഇവിടെ ചാണകമുള്ള കുറെ തീട്ടങ്ങളുണ്ട്. അവർക്ക് നിഷ്പക്ഷ നിലപാട് എടുക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വ്യാജേന എന്നൊക്കെ പറയാൻ തോന്നും. അത് നിന്റെ കുഴപ്പമല്ല, നിന്റെ തലയിലുള്ള ചാണകം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവനെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് BJP-ക്കാർ മാസാമാസം അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുക. ആ പൈസ നക്കിത്തുനിന്ന് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വ്യാജേന എന്നൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ നീയാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ വ്യാജൻ. എല്ലാ കഥകളൊക്കെ പറഞ്ഞ് മുസ്ലിംസിനെ കളിയാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മൊണ്ണ. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ ഉണ്ടല്ലോ തീട്ടത്തിന്റെ വില പോലും ജനങ്ങൾ തരുന്നില്ല. തികഞ്ഞ വർഗീയത ഉള്ളിൽ പേറുന്ന വെറുപ്പ്, ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കാൻ കെൽപ്പില്ലാത്ത ഏതെങ്കിലും ഒരു ഇസ്ലാമിക ആശയത്തെ ആശയപരമായി സംസാരിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത മഹാദുരന്തമായ, മതകാര്യത്തിൽ മഹാദുരന്തമായ അനിൽ മുഹമ്മദ്. എന്ത് അനിൽ മുഹമ്മദോ? അനിൽ മുഹമ്മദ്. അപ്പോൾ ഏതെങ്കിലും മറ്റു മതത്തിലുള്ള ആളുകൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അനിൽ മുഹമ്മദ് ആകും. അനിൽ മുഹമ്മദ്. മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ വായിൽ നിന്ന് ഇതേപോലത്തെ വാക്കുകളൊക്കെ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? അത് നീ പലതന്തക്കുണ്ടായവനാണെന്ന് തെളിയിച്ചു കൊണ്ട് നിൽക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ് നീ ഇപ്പോ പറഞ്ഞത്. നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ഒരാളെ അനിൽ മുഹമ്മദ് ആണെന്ന് പറഞ്ഞത് നിന്റെ മനസ്സിലുള്ള മുസ്ലിം വിരോധം പുറത്തു ചാടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റൊന്നും പറയാൻ പറ്റൂല ജനങ്ങൾക്ക്. കാരണം അതാണ് സത്യം.
നിനക്ക് മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുരുപൊട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോ അത് മനസ്സിലായി. അനിൽ മുഹമ്മദ് അനിൽ മുഹമ്മദ് അവിടെ കേട്ടെ നല്ലൊരു സൗണ്ട് ഉണ്ടാക്കിയ ബോറടിക്കുന്നു. നല്ലൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഈണത്തിലൊക്കെ വേണേ. ഈ മൊണ്ണയുടെ ഒക്കെ വീഡിയോ കണ്ടിരിക്കുന്നത് ആരാടാ? ഇതേപോലത്തെ സൗണ്ട് ഒക്കെ കേട്ട് ഇങ്ങനെയുള്ള സൗണ്ട് ഒക്കെ കേട്ട് വീഡിയോ കണ്ടു കുത്തിരിക്കാൻ ലോകത്ത് ഒറ്റ വർഗത്തിന് മാത്രമേ പറ്റൂ. അത് സംഖ്യകളാണ്. ഇവന്റെ വ്യൂവേഴ്സിൽ 90% സംഖ്യകൾ തന്നെയായിരിക്കും. കാരണം അവന്മാർക്ക് ഈ വർഗീയതൊക്കെ പറയുന്നത് കാണാൻ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ മുസ്ലിം വിരോധം കൂടി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവന്മാരെ തലയിൽ വെച്ച് നടക്കും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അതുകൂടെ നമുക്ക് ബാക്കി കേൾക്കാം. 2020 ഓഗസ്റ്റിലോ എന്തോ ആണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 2020 ഓഗസ്റ്റിലാണ് ഈ സാമൂഹ്യ ദുരന്തം യൂട്യൂബിൽ വന്ന് പതിച്ചത് അല്ലേ? 2020 വീഡിയോ ഇട്ട് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ എത്രമാത്രം മുസ്ലിം വിരോധം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനിക്ക് തന്നെ ഒരു കണക്കുണ്ടാവില്ല. അത്രയ്ക്കും വീഡിയോ ഇട്ടിട്ടുണ്ട്. 30-40 മിനിറ്റ് തന്നെയാണ് ഓരോ വീഡിയോയും. ഇതൊക്കെ കണ്ടുകുത്തിരിക്കുന്ന സംഖ്യകളുമുണ്ട്. അവരുള്ളത് കൊണ്ട് തന്നെ അവര് കാണുന്ന ആട് കൊണ്ട് ഇവനെ പോലുള്ള നാറികൾ നക്കിത്തന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നിർത്താനും ഉദ്ദേശിക്കുന്നില്ല. മീൻസ് മതവിമർശന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. നീ വലിയ മതവിമർശകനാണെന്ന് നിനക്ക് തോന്നലുണ്ടോ? അത് വെറുതെയാണ്. കാരണം ജനങ്ങളുടെ മുൻപിൽ നീ ഒരു തീട്ട പ്ലേറ്റ് ആണ്. എന്ന് പറഞ്ഞാല് മതം വിടുന്നവരൊക്കെ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാനും. മതം വിടുന്നവൻ 100% മോശപ്പെട്ടവൻ തന്നെയാണ്. നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചിട്ടുണ്ടോ ആ മതത്തിൽ തന്നെ തുടരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ദൈവം എന്ന് പറയുന്ന ആൾ ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ വെറുതെ എന്തൊക്കെയോ ചെയ്തെന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിലോ നിങ്ങൾ അനുഭവിക്കില്ലേ മതം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്? അതിന് ഇടയിൽ ഷമീറുമായിട്ട് കോഴിക്കോട് വെച്ച് എന്തൊരു ദുരന്തമാണല്ലേ ഇവനല്ലേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അങ്ങനെ ഉണ്ടാകുന്ന നമുക്കൊന്നും പറ്റൂല. വീഡിയോ കാണാനുള്ള മൂഡ് തന്നെ പോയി. എന്തെങ്കിലും പറയുന്നതിനിടയിൽ എന്നുള്ള സൗണ്ടെല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യന് വീഡിയോ കാണാനുള്ള മൂഡ് തന്നെ പോയി. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ്. ഇതിന്റെ ബാക്കി വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.